എവിടെയാ വന്നേക്കുന്നേ? ഇന്ന് നമ്മൾ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ വീണ്ടും വന്നേക്കാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മദീന ജുമേറയിലെ ക്രിസ്മസ് മാർക്കറ്റിലാണ്. അന്ന് ഇയാൾക്ക് 100 days ഉള്ളപ്പോൾ നമ്മൾ വന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ 2 പേരായിട്ട് നമ്മൾ മെറി ക്രിസ്മസ്. ഇത് ഞങ്ങൾ വന്നിറങ്ങി ആദ്യം തന്നെ ഞങ്ങൾക്ക് സാന്റാനെ കണ്ടു. സാന്റ തൊമ്മന് അത് തൊമ്മുവിന്റെ എനിക്ക് അവിടെ നിന്നു. യെസ്, താങ്ക് യു സാന്റ, താങ്ക് യു സാന്റ. മെറി ക്രിസ്മസ്. അങ്ങനെ അത് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഒരുപാട് പേര് ക്യൂ നിൽപ്പുണ്ട് സാന്റയുടെ ഇവിടുത്തെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 45 ദിർഹമാണ് സാന്റയുടെ ഇവിടുത്തെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സാന്റ പിള്ളേരെ കണ്ടപാടെ സാന്റ ഇങ്ങോട്ട് വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് സാന്റയുടെ ഇവിടുത്തെ ഒരു ഫോട്ടോയ്ക്ക് നിൽക്കാൻ പറ്റി. ഇവിടെ നല്ലൊരു ഇൻസ്റ്റലേഷൻ വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ല രസമാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇൻസ്റ്റലേഷൻ. ഇതിൻ്റെ അകത്തൂടെ ട്രെയിനൊക്കെ ഓടുന്നുണ്ട്. ചുമ്മാ അത് നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട്. ഒരു ട്രെയിൻ പോകുന്നുണ്ട് അതിൻ്റെ അകത്തൂടെ. കണ്ടോ, സ്നോ മൗണ്ടെയിൻസിന്റെ നടുക്കോടെ ഒരു ട്രെയിൻ റൺ ചെയ്യുന്നുണ്ട്. ഇതേവിടെ കുഞ്ഞു ട്രെയിൻ ഇവിടെ വേറെ ഓടുന്നു. അങ്ങനെ ഞങ്ങൾ 2 ആക്ടിവിറ്റിയുടെ ടിക്കറ്റ് എടുത്തു. ഒരു ഫെറിസ് വീല് ആദൂനും, പിന്നെ ഒരു ബഞ്ചി ജമ്പ് തുമ്മൂനും. തുമ്മു, ബഞ്ചി ജമ്പ്. ഓക്കെ, ആർ യു എക്സൈറ്റഡ് ബേബി? ആദു, ആർ യു എക്സൈറ്റഡ്? അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു ആക്ടിവിറ്റിക്ക് 30 ദിർഹം ഇവിടെ. അപ്പം ഞങ്ങൾ അങ്ങനെ ഓരോ ആക്ടിവിറ്റിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മുടെ ആദ്യം പോവുകയാണ്. അത് ഗോ. യെസ്, യു ക്യാൻ ഗോ. ഐ വാസ് വെരി എക്സൈറ്റഡ് ടു ഗോ ഇൻസൈഡ് ദ ഫെറിസ് വീൽ. അങ്ങനെ ആദു നല്ല അടിപൊളിയായിട്ട് നല്ല മിടുക്കനായിട്ട് പോകുന്നുണ്ട്. ആദു ഇതേ ഫെറിസ് വീലെ കയറി പുള്ളിക്കാരൻ ഒറ്റയ്ക്ക്. യെസ്, ആദു എൻജോയ് ചെയ്തിട്ട് പോരെ. യെസ്, എൻജോയ്. ഒന്നും പറയണ്ട, ഇനിയിപ്പോ പേടിച്ച് കരഞ്ഞ് തിരിച്ചിറങ്ങി ഞാൻ പണി. യെസ്, ടാറ്റാ ടാറ്റാ. നല്ല അടിപൊളിയായിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ബൈ. സി, എല്ലാം നോക്കിക്കോ, ഫുൾ അങ്ങോട്ടൊക്കെ നോക്കിക്കോ. സൂപ്പർ. ഉണ്ടോ, പുള്ളിക്കാരന് പേടിയൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് പുള്ളി കറങ്ങുന്നുണ്ട് കേട്ടോ. ഹി ഈസ് വെരി ഹാപ്പി. കണ്ടോ, എന്തായാലും ആദുവിന് ഒട്ടും മറ്റേ ഹൈറ്റ് പേടിയില്ലെന്ന് മനസ്സിലായി. എനിക്ക് ഇത്രയും പോലും പോകാൻ പറ്റിയല്ല. എനിക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു, എടുത്ത ടിക്കറ്റ് വേസ്റ്റ് ആകുമോന്ന്. ഇല്ല, പുള്ളിക്ക് നമ്മുടെ ആദുവിന് ഒട്ടും ഹൈറ്റ് പേടിയില്ല. മോളിൽ പോയിട്ട് സൂപ്പറായിരുന്നു, അടിപൊളി. കണ്ടോ, ഇതിൻ്റെ അകത്തൂടെ 1-2 ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ട് റൈഡ് എടുക്കാം. ശരിക്കും ഇവിടെ നോക്കിയാൽ ബുർജ് അൽ അറബിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രസമുണ്ട്, ഒരു നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലം. പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസ പൊട്ടിക്കേണ്ടി വരും. ഇതിന് ഓരോ ആക്ടിവിറ്റിക്കും 30 ദിർഹം വീതമാണ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഞങ്ങളിപ്പോൾ 2 ആക്ടിവിറ്റി എടുത്തു. ഇനി ബാക്കി നമുക്ക് നോക്കാം മുന്നോട്ട് പോകുന്നതോറും എത്ര പൈസ ഇവിടെ പൊട്ടുമെന്ന്. അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഒരു ആളും തിരക്കും ബഹളവും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ കോഫി ഷോപ്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ, സ്നാക്സിനുള്ള സ്നാക്സ് ബാർസും ഒക്കെ ഉണ്ട്. കണ്ടോ, ഞങ്ങളിനി തൊമ്പൂനെ ബഞ്ചി ജമ്പിങ് ചെയ്യിക്കാനുള്ള ക്യൂവിലുള്ള. അതുകൊണ്ട് സോക്സ് കൂടി തരാം. അല്ല, അവിടെ നിന്നുണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇവിടെ നല്ലൊരു മ്യൂസിക്കൽ ബാൻഡിന്റെ പെർഫോമൻസ് നടക്കുന്നുണ്ട്.
Thank you. ഒരു ഗ്രിൽ സ്റ്റേഷനാണ് ഇത്. നോക്കി എന്നാ വലുതാന്ന് നോക്കി. ഒരു ഇതിനകത്താണ് ഈ ഗ്രില്ല് ചെയ്ത് നമുക്ക് തരാൻ പോകുന്ന ഫുഡ്. ഇവിടെ വൈൻ ഷോപ്പാണിത്. മുൾഡ് വൈൻ, 45 ദിറം പെർ ഗ്ലാസ് ഓഫ് മുൾഡ് വൈൻ. നമുക്ക് ബിയറും വൈനും എല്ലാം കിട്ടും കേട്ടോ. അതെ, ഇവിടെ നമുക്ക് വൈൻ കിട്ടും. അതിനകത്ത് നമുക്ക് ബാർ കൗണ്ടേഴ്സ്, വൈൻ കൗണ്ടേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പാണ്. എല്ലാവരും ഇവിടെ വന്ന് ഓരോ ഷോർട്ട് ഗ്ലാസ് വൈനൊക്കെ കഴിച്ച്, വിസ്കിയൊക്കെ കഴിച്ച് നല്ല ഈ പാട്ടെല്ലാം എൻജോയ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കറങ്ങി. മാർക്കറ്റിൻ്റെ പ്രത്യേകത എല്ലാവരും ഫാമിലി ആയിട്ട്, അത് നമ്മുടെ പിള്ളേരും പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ ആയിട്ട് കറങ്ങാൻ വന്നേക്കുന്നത്. നമുക്ക് ഒരുപാട് സ്റ്റാൾസ് ഉണ്ട്, ഷോപ്സ്, കുറേ നമ്മുടെ സോവനീഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഈ മാർക്കറ്റ്. സൈഡിൽ കൂടെ കണ്ട് ഇഷ്ടംപോലെ സ്റ്റാൾസ്. ക്രിസ്മസ് സോവനീഴ്സിൻ്റെ ഒരു അടിപൊളി ഒരു കളക്ഷൻ. എത്ര സാധനങ്ങളെന്ന് നോക്കി. അവിടെ അതും എല്ലാം നോക്കി എൻജോയ് ചെയ്യുന്നുണ്ടേ. പിന്നെ ഞങ്ങളുടെ ഒരു സോവനിയർ കളക്ഷനും അല്ല, ഒരു പർച്ചേസ് ഒക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് മറ്റന്നാൾ പോവായതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞതാണ്. ഇനി ഞാൻ ഒരുപാട് അങ്ങ് എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ല പർച്ചേസിന്. കുറേ ഉണ്ടല്ലോ സാധനങ്ങൾ, കുറേ ഉണ്ടല്ലേ നമ്മുടെ ബുക്സ് എല്ലാം. കൊക്കോമെലോൺ മറന്നുപോയോ? അതൊരു കുഞ്ഞു ഫ്രണ്ടിനെ കിട്ടി അവിടെ. ബാ ഇങ്ങോട്ട്. ഹലോ. കേട്ടില്ല. അവിടെ എന്നെ അത് കണ്ടേ, സ്പൈഡർമാനെ കണ്ടോ? അതുവിനെയും കൊണ്ട് ഇതിലേക്കൂടെ വരുന്നത് പ്രശ്നമൊന്നുമില്ലേ. ഇനി തൊമ്മൂനെയും കൊണ്ട് വരുമ്പോഴാണ് ക്യാൻഡി ഷോ. കുറേ ഐറ്റംസ് ഉണ്ടല്ലേ, നല്ല സൂപ്പർ. ഹലോ, കണ്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന അടുത്ത എൻട്രൻസ് ആണ്. പിള്ളേരുടെ ഷോപ്സ്. ഹലോ, ഹൗ ആർ യു? ഷീസ് മേക്കിംഗ് സ്നോ. വാട്ട് ആർ മേക്കിംഗ് സ്നോ? ഇവിടെ ആണ് സ്നോ ഫൈറ്റിംഗ്. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് പിള്ളേർക്ക്. 30 dirhams പെർ ചൈൽഡ് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എൻട്രി ടിക്കറ്റ് കിട്ടും. ഈ ആർട്ടിഫിഷ്യൽ സ്നോയിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഇനി നമ്മുടെ ആൾക്കാർ ക്യൂ നിൽക്കുന്ന ബഞ്ചി ജമ്പിന് വേണ്ടിയിട്ട് ക്യൂവിലായിരുന്നു. ഞങ്ങളിതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവരങ്ങ് എത്തിയോന്ന് നോക്കട്ടെ. അവരെത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ തൊമ്മുച്ചേട്ടൻ ബഞ്ചി ജമ്പിന് പോവാ. കണ്ടടേ, ഞങ്ങൾ റിങ്ങിന് പുറത്തത് തൊമ്മുച്ചേട്ടൻ CS കൊടുക്കാൻ വേണ്ടി നിൽക്കുമല്ലേ. ഓക്കെ, അമ്മയും പിന്നെ വന്നിട്ടുണ്ട്. തൊമ്മുച്ചേട്ടാ ഓക്കെ. തൊമ്മുച്ചേട്ടൻ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ബിഗ് ബോയ്. ചാട് ചാട് ചാട്. ചെറിയ പേടിയൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാ വഞ്ചിയമ്പ് ചെയ്തേ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? How was your experience? Was that amazing? ഇവിടെയൊക്കെ കുറേ ഷോപ്പുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം മറ്റേ ഈ നല്ല കത്തി റേറ്റിലാണ് വെച്ചേക്കുന്നത്. ഹലോ,
അവിടെ ഇവർ സോസേജാണ് ഇവരുടെ മെയിൻ. അപ്പോൾ ഫെസ്റ്റീവ് സോസേജ് എന്ന് അതിൻ്റെ പേര്. 2 foot long ബീഫ് സോസേജാണ് ഞങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതുണ്ട്, ഇവിടെ കൗണ്ടറുണ്ട്. ഇവിടെ നമ്മൾ പേ ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം കിട്ടുന്ന സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഓക്കെ താങ്ക് യു. ഓക്കെ നമ്മൾ അവിടുന്ന് അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നടത്തി ഈ കടയിൽ കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു ഗ്രില്ലിൻ്റെ സെറ്റപ്പിൽ നമ്മൾ ചെയ്ത് ബ്രെഡ് വിത്ത് ഞങ്ങളുടെ ഓർഡർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇതിനകത്ത് സാലഡൊക്കെ ആഡ് ചെയ്ത് നമുക്ക് 2 foot ലോങ്ങിൻ്റെ ബീഫ് സോസേജ് അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യണം. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞങ്ങൾക്ക് അവസാനം ഇരുന്ന് കഴിക്കാൻ ഒരു സ്ഥലം കിട്ടി. ഇതേ കൊമ്മു, ആർ യു ഹാപ്പി? ആയിരുന്നറിഞ്ഞോ? ഓ മൈ ഗോഡ്, പിള്ളേരൊക്കെ മടുത്തു. ചാട്ടവും തുള്ളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച്. അമ്മ എങ്ങനെയുണ്ട് സാധനം? കൊള്ളാമോ? ഭക്ഷണം കഴിപ്പെല്ലാം കഴിഞ്ഞത് കിടപ്പായി. ഇന്ന് വീട്ടിൽ പോകുന്നില്ല സാറേ? ഇന്ന് വീട്ടിൽ പോകണ്ടേ? അവർ കുറച്ച് നേരം പാട്ടൊക്കെ നിർത്തി വെച്ചതായിരുന്നു. പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ആൾക്കാർക്ക് ഒരു കുറവുമില്ല കേട്ടോ. ഇപ്പോൾ സമയം രാത്രി 9 മണിയായി. പിന്നെ വീക്ക് ഡേ ആണ്. അപ്പം നല്ല തിരക്കുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളികൾ വളരെ കുറവാണ്. 1-2 ഫാമിലി കണ്ട് കണ്ടതേ ഉള്ളൂ കേട്ടോ ഇത്രയും ആൾക്കാരെ കണ്ടതിനകത്ത്. ചിലപ്പോൾ ഇത് ജുമേരയും അതുപോലെ തന്നെ വീക്ക് ഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ക്രിസ്മസ് മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ മലയാളികളുടെ സാന്നിധ്യം വളരെ കുറവാണ്. അമ്മ പോകണ്ടേ? അമ്മ ആസ്വദിച്ച് കിടന്നാൽ മതി. ഇതേ ഒരാൾ മറിഞ്ഞു പോയി അവിടുന്ന് വീഡിയോയ്ക്കകത്ത്. അങ്ങനെ ഒരു ബിയറെല്ലാം സിപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഒരു നല്ല സൂപ്പർ ഒരു ക്രിസ്മസ് മാർക്കറ്റ് എൻജോയ് ചെയ്ത് ഇനി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ്? സൂപ്പർ ക്രിസ്മസ് മാർക്കറ്റ്. വേഗം പറ എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് മാർക്കറ്റ്? ഗുഡ്. ഇതാണ് സ്നോ ഫൈറ്റിൻ്റെ ആർട്ടിഫിഷ്യൽ സ്നോ ഫൈറ്റിംഗ് പ്ലേസ്. ഈ ക്രിസ്മസ് ട്രീ ഉണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും ഒരു ട്രെയിൻ ഉണ്ട്. ഇതെന്തിനാ ഈ ക്രിസ്മസ് ട്രീ തമ്മിലുള്ള ഒരു ഒന്നും അറിയത്തില്ല എന്താ. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ദുബായിലുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം കണ്ടു ആസ്വദിച്ചു. കുറേ ആക്ടിവിറ്റീസിലൊക്കെ പിള്ളേരൊക്കെ പങ്കെടുത്തു. ഇനി മറ്റന്നാൾ ഞങ്ങൾ നാട്ടിലേക്ക് പോവാം. അപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ നമുക്ക് ഇപ്രാവശ്യം അടിച്ചു പൊളിക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെന്നിട്ടുള്ള ആഘോഷങ്ങളെല്ലാം അവിടുന്ന് കാണാം. അപ്പോൾ താൽക്കാലികമായി ഞങ്ങൾ ദുബായ് സെലിബ്രേഷൻ ഡിസംബർ മാസത്തിൽ തൽക്കാലം ഞങ്ങൾ ഫസ്റ്റ് സെലിബ്രേഷൻ ദുബായ് കഴിഞ്ഞു ക്രിസ്മസിൻ്റെ. ഇല്ലേ അതു? ഹൗ വാസ് ടുഡേ? യാ. അപ്പോൾ തുമ്മു ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.